ഒരു ഹെൽപ്പ് വേണം. ആ വായൊന്ന് തുറന്നാട്ടെ, പല്ലൊന്ന് കാണട്ടെ. ഹോ, ഇടിമിന്നല് പോലത്തെ പല്ല്, ഇത് മതി. എന്താ കാര്യം? ഒരാനയെ കടിച്ചു മുറിക്കാനാ. ഞാൻ കടിച്ചാലേ തൊലി പൊളിയൂല. 5 ദിവസം ആനക്കരള് തിന്നണം, ചികിത്സയാ. ചേട്ടനൊന്നും അറിയണ്ട, ചത്ത ആനയെ മുന്നിലേക്ക് തള്ളി നീക്കി തരും. കടിച്ചങ്ങ് മുറിച്ചാ മതി. ഇവന്റെ കൂടെ ചെന്നാൽ ആനയെ ഫ്രീ ആയിട്ട് തട്ടാം. ഡേയ്, ഞങ്ങൾ സഹായിക്കാം. ശരി, തൊലി പൊളിക്കും. ഞാൻ കരള് പുറത്തെടുത്ത് തരും. കരളെടുക്കുന്നതേ ചില്ലറ ജോലിയില്ല, ഇച്ചിരി റിസ്കാ. ഹാവ്, നിങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇവരെ ആനയെ ഇങ്ങോട്ട് തള്ളി നീക്കി തരുന്നത്. ഹലോ ഹലോ, കടിക്കാനുള്ള ആന എവിടെയാടോ? ഒരു മിനിറ്റ്, 2 പേര് വരാനുണ്ട്. സമയം പോകുന്നു. 2 പേര് വന്നോട്ടെ. ഹാവ്, ഒരാൾ വന്നു. ഞാൻ ഈ പണിക്കില്ലാടോ, എന്റെ കാലുടുക്കി. അയ്യോ അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ആരാ? ആനയെ കൊന്നു തരാമെന്ന് പറഞ്ഞ ആളാ. ഒരാളും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞത് ആരാ? അവനതാ വരുന്നത്, കൊല്ലാനുള്ള ആന. കടിയൻ സിംഹത്തിന് സൂത്രന്റെ മേൽനോട്ടത്തിൽ 2 നില ഗുഹ പണിത് കൊടുക്കുന്നു. സഹായങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു സൂത്രൻ കുറുക്കൻ. ഗുഹ പണിയാൻ സഹായിക്കാമോ? മേൽനോട്ടം നോക്കുന്നത് സൂത്രനാ. പറ്റില്ല, ഗുഹ അലങ്കരിക്കണം. കരടിച്ചേട്ടൻ സഹായിക്കില്ലേ? വേറെ നിരക്കുണ്ട്. താഴത്തെ നിലയിൽ 4 തൂണുകളാ. അതിനുള്ള തടി കൊണ്ടുവരാമോ? വേറെ വല്ല തടിയന്മാരെ വിളിച്ചോ? ചേടാ, ഇങ്ങനെ ആയാൽ കടയനെ സന്തോഷിപ്പിക്കുന്ന പരിപാടി പൊളിയും. അജഗജൻ വരുന്നുണ്ട്. പല പല ലീലകളാൽ വലയുന്നതിനാൽ ഇലകൾക്കായി ചിലവാക്കാനും അലയാനും കാലമില്ല. പിന്നെ പ്ലാവില നിരത്തുന്ന പ്ലാൻ ശാഖനീയമാണെങ്കിലും പ്ലാവിലയ്ക്ക് ഗ്ലാനി ഉണ്ടായാൽ ക്ലാവ് പിടിച്ചതുപോലെ പ്ലാൻ നാനിയാകും. സഹായിക്കാൻ ആളില്ലാത്ത സ്ഥിതിക്ക് 2 നില മാറ്റി 1 നിലയാക്കിയാലോ? 1 നില ആയാലും പണിയാൻ ആള് വേണ്ടേ? എങ്കിൽ നമുക്ക് നിലയില്ലാത്ത ഗുഹ പണിതാലോ? അല്പം ബുദ്ധിയുള്ളവരെ ഒന്നും പണിക്ക് കിട്ടില്ല. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യേ, ഏതെങ്കിലും മണ്ടന്മാരെ കിട്ടുമോന്ന് നോക്ക്. കഴുതകളെ പോലെ പണിയെടുത്താൽ മാത്രം മതി. കഴുതകളെ പോലെ പണിയെടുക്കുന്നവരെ കിട്ടി സൂത്ര. ആരെ? ഈ കഴുതകളെ തന്നെ. ഇതാണ് നമ്മൾ പണിയുന്ന ഗുഹയുടെ പ്ലാൻ. താഴെ 4 തൂണുകൾ. തൂണിന് മുകളിൽ കല്ലുകൾ അടുക്കി ചുമരുകൾ ഉണ്ടാക്കും. ഒറ്റ കല്ലുകൊണ്ട് മേൽക്കൂരയും. മേലോട്ട് കയറാൻ വള്ളി കൊണ്ട് ഏണി. താനാണ് തടിക്കഴുത. എന്ന് വെച്ചാൽ തൂണിനുള്ള തടി താൻ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ വേണോ? പിന്നെ എപ്പോഴാ? പറഞ്ഞാൽ പറഞ്ഞ കാര്യം ഉടനടി ചെയ്യണം. വെച്ച് താമസിപ്പിക്കരുത്, അല്ലെങ്കിൽ ഉടൻ അടിയാ. താൻ കൽക്കഴുത. ചുവരിനും മേൽക്കൂരയ്ക്കുമുള്ള കല്ലുകൾ താൻ കൊണ്ടുവരണം. താനാണ് വള്ളിക്കഴുത. വള്ളി കൊണ്ടുവന്ന് ഏണി ഉണ്ടാക്കണം. തടി എത്തിയല്ലോ. ഈ കുഴിയിൽ തടി കുഴിച്ചിട്ടോ? തടി മുഴുവൻ കുഴിച്ചിടാൻ ഈ കുഴി പോരാ. കഴുതേ, മുഴുവൻ കുഴിച്ചിടണ്ട, കുറെ ഭാഗം പുറത്ത് കാണണം. കൽക്കഴുതേ, ആ പരന്ന കല്ല് തൂണിന് മുകളിൽ വെക്ക്. ആള് കയറിയാൽ ഏണി പൊട്ടുമോ നോക്കട്ടെ. ഇല്ല, പൊട്ടില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കിക്കോ. ചേട്ടാ, 2 നില ഗുഹ റെഡി. ചേട്ടനൊന്ന് വന്ന് കാണണം. കൊള്ളാം. മുകളിൽ കയറി നോക്കിയാട്ടെ. കൊള്ളാം, പക്ഷെ കാറ്റ് ശകലം കുറവാ. ഗുഹയിൽ കാറ്റ് നിറയ്ക്കാൻ പറ്റുമോ സൂത്ര? ഗുഹ പുഴയുടെ കരയിലായിരുന്നെങ്കിൽ കാറ്റ് കിട്ടിയേനെ. ഗുഹ അങ്ങോട്ട് മാറ്റി പണിയാൻ ചേട്ടാ. കേട്ടല്ലോ, ഗുഹ മാറ്റാൻ പോകുന്നു. സാധനങ്ങൾ എത്തിക്കണം. തടിക്കഴുത തടിയും, കൽക്കഴുത കല്ലും, വള്ളിക്കഴുത ഏണിയും കൊണ്ടുവരണം. ശരി, വാ, ആദ്യം അവിടെ ചെന്ന് കുഴി ഉണ്ടാക്കാം. വെച്ച് താമസിപ്പിക്കണ്ടെന്ന് കരുതി തടി ഇങ്ങോട്ടേക്ക് എടുത്തു. ചേട്ടാ എണീക്ക, ഞാൻ കല്ലെടുക്കട്ടെ. താൻ ആ കുറുക്കന്റെ കൂടെ നടക്കുന്നവനല്ലേ? എന്നോട് മിണ്ടണ്ട. തന്റെ ചങ്ങാതി ആ കുറുക്കനല്ലേ? ബുദ്ധിമാനായ ഞാൻ ചങ്ങാതി ആയതിൽ താൻ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? എന്നാലും അവരെന്നെ കൂട്ടത്തിൽ കൂട്ടാൻ ഒരു വഴി തന്നോട് പറഞ്ഞു മടുത്തു. താനൊരു വഴി പറഞ്ഞു തന്നാൽ മതിയെന്നേ. എനിക്കൊന്നും വയ്യ. താൻ കാട്ടുമുത്തപ്പനോട് പോയി ചോദിക്കാം. അല്ല പിന്നെ? അതെ, കാട്ടുമുത്തപ്പനോട് തന്നെ ചോദിക്കാം. കാട്ടുമുത്തപ്പനെ തപസ് ചെയ്താൽ തനിക്ക് സമാധാനമാകുമെങ്കിൽ താൻ തപസ് ചെയ്തോ. മന്ത്രങ്ങളൊക്കെ ഞാൻ എഴുതി തരാം. കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖവും കൂർത്തു പറന്നു വരുന്നവനെ, പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ, മുയൽ വിളിച്ചാൽ ചെവിയിൽ നീട്ടി മുന്നിൽ വന്ന് ചിരിപ്പവനെ, വമ്പൻ കടുവ വിളിക്കുന്നേരം വരകൾ വരച്ചു വരുന്നവനെ. ചേടാ, ആളെ കാണാനില്ലല്ലോ. വേറെ ഒരെണ്ണം ചൊല്ലി നോക്കാം. കാടിനെ കൃഷ്ണമണികൾ പോലെ കാത്തു രക്ഷിച്ചു വസിപ്പവനെ, പ്രത്യക്ഷനാകണേ. വേറെ ഒന്നും പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ട. രക്ഷപ്പെട്ടു. പറയൂ കുഞ്ഞേ, എന്താണ് സങ്കടം? സൂത്രന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് മറ്റു കടുവകൾ എന്നെ കൂടെ കൂട്ടുന്നില്ല. ഇത് എനിക്ക് തീർക്കാൻ പറ്റുന്ന സങ്കടമല്ല. എന്നെ പോലെയുള്ള കാട്ടുമുത്തപ്പന്മാരെ നിയമിക്കുന്ന കൊടുങ്കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിക്കൂ. നിന്നെ കൂടെ കൂട്ടാത്തവരെ കൊടുങ്കാട്ടുമുത്തപ്പൻ ശിക്ഷിക്കും. അതൊക്കെ നടക്കുമോ? പിന്നെ എന്നെ പോലെയുള്ള കാട്ടുമുത്തപ്പന്മാരെ പോലും
ശിക്ഷിക്കാൻ കഴിവുള്ള ആളല്ലേ. എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയാ. വളരെ ഉപകാരം കാട്ടുമുത്തപ്പ. ഞാൻ കൊടുങ്കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്താം. കാട്ടുമുത്തപ്പൻ എന്താ പോകാത്തത്? അത് ഈ കാട്ടിലെ കാട്ടുമുത്തപ്പനായതുകൊണ്ട് മറ്റു കാട്ടുമുത്തപ്പന്മാർ എന്നെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. കൊടുങ്കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ? അതാരാ വരുന്നത്? എന്റെ കാട്ടുമുത്തപ്പ, അതവനാ കരുനാക്കൻ. എന്തൊരു വെയിലല്ലേ ചേട്ടന്മാരെ. കടിയൻ ചേട്ടാ, ഗുഹയ്ക്കകത്ത് കേറി ഇരിക്ക്, അല്ലെങ്കിൽ വെയിലത്ത് സട കരിയും. കരിഞ്ഞു, സട കരിഞ്ഞു. അയ്യോ, അവൻ പറഞ്ഞത് ഫലിച്ചു. മുഴുവൻ ഫലിച്ചില്ല സൂത്ര, സട കുറച്ച് ബാക്കിയുണ്ട്. പിടിയടാ അവനെ. അവൻ പോയി ചേട്ടാ, നമുക്ക് പോയി വൈദ്യരെ കാണാം. ഞാൻ കൊണ്ടുപോകാൻ സൂത്ര. വേണ്ട വേണ്ട, ഞാൻ തന്നെ പോകാം. തന്നെ കൊണ്ട് പറ്റില്ല. വെയില് കൊള്ളണ്ട, ഈ ഇല തലയ്ക്ക് മീതെ പിടിക്കാം. ഞാൻ പിടിക്കണം സൂത്ര. വേണ്ട, തന്നെ കൊണ്ട് പറ്റില്ല. കടിയനെ സോപ്പിടാൻ പറ്റിയ തക്കമാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? താനൊന്നും ചെയ്യണ്ട, കടിയൻ ചേട്ടന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനും എന്തെങ്കിലും ചെയ്യേണ്ടേ? വഴിയുണ്ട്. സൂത്ര, വൈദ്യരെ കണ്ടോ? കണ്ടു, മരുന്ന് കിട്ടി. താനെന്താ അവിടെ? ഇതിനൊക്കെ കാരണക്കാരനായ ഈ ദ്രോഹിയെ ഞാനിങ്ങ് കൊണ്ടുവന്നു. എന്തിനാ? ഇവനുള്ള ശിക്ഷ കടിയൻ ചേട്ടൻ തന്നെ തീരുമാനിക്കണം. അമ്പടാ, ആരെങ്കിലും കണ്ടാൽ ഉടനെ ഇവൻ സംസാരിച്ച കുഴപ്പമുണ്ടാക്കും. ആരെങ്കിലും ഇവനെ അങ്ങോട്ട് കണ്ടാലും ഇവൻ സംസാരിച്ച് കുളമാക്കും. മുള്ള പഴത്തിൽ വീണാലും പഴം മുള്ളിൽ വീണാലും കേട് പഴത്തിനല്ലേ.